പോവാനുണ്ട്. So to see Kumbh Mela. Not actually. ഞങ്ങള് എന്റെ I'm here for Kumbh Mela. ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുംഭമേളക്ക് പോകും. പക്ഷെ ഞാൻ അനുവദിക്കില്ല കുംഭമേളയ്ക്ക് പോകാൻ. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഇസ് അറ്റ് 6 o'clock, 5:55 PM. ഹായ്. വ്ലോഗാണോ? നമ്മൾ പുതിയ യൂട്യൂബ് ചാനലിലെ വ്ലോഗാണ്. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എന്തിനാ ഇന്റർവ്യൂവിനാണോ പുതിയ യൂട്യൂബ് ചാനലാണോ? പുതിയ യൂട്യൂബ് ചാനലിന് ഓൾ ദി ബെസ്റ്റ്, മറ്റതിന് ബെസ്റ്റ് വിഷസ്. വീഡിയോ വീഡിയോ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞങ്ങൾ ട്രെയിനിൽ കയറി. And even started searching for food. കാര്യമായിട്ട് എന്തോ എടുക്കുന്നുണ്ട്. Come, let's go. എങ്ങനെ ഷഫ്ലിംഗ്? പെർഫെക്റ്റ് ഷഫ്ലിംഗ്. സ്റ്റാർട്ട് ചെയ്യില്ല, വീഡിയോ എടുക്കില്ലേ? ഞാൻ കാണിച്ചത്. നിനക്ക് എന്തൊരു സ്കില്ലാണ്. പണ്ടേ ഹാഫ് എടുത്ത് ഷഫിൾ ചെയ്യാം, എന്നിട്ട് ഹാഫ് പിന്നെ ഷഫിൾ ചെയ്യാം. ഹാഫ് ഷഫിൾ ചെയ്തൊന്ന് കാണണം. This is the second day on train. How was the sleep? Oh, it was really good. Because of the snow. I slept with the headset. ചായ എങ്ങനെ? ചായ പോയി. ഇന്ത്യൻ റെയിൽവേയിലെ ചായ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയേ നല്ല ടേസ്റ്റ്. എന്താ അറിയിച്ചു? ഇതൊക്കെ പിടിച്ച് വെക്കരുത്. കുറെ പച്ചലൈറ്റുണ്ട്. സബ്സ്ക്രൈബേഴ്സ് തുന്ന് പറഞ്ഞ് കയറും. ഇങ്ങനത്തെ തവണ ഞാൻ പറഞ്ഞു. രാവിലത്തെ ഉച്ചക്കത്തെ എന്ത് കാണിക്കുന്നു? ഉച്ചക്കത്തെ എഗ് ബിരിയാണിയാണോ ഇഷ്ടപ്പെട്ടത്? വൈകുന്നേരത്തെ എഗ് ബിരിയാണിയാണോ ഇഷ്ടപ്പെട്ടത്? ഉച്ചക്കത്തെ ഉച്ചക്കത്തെയാണോ? ഇപ്പോൾ സമയം 10:26, 10:30. ഇവിടെ ഒരുത്തൻ 2 പഴം ഒരു എഗ് ബിരിയാണി ഒക്കെ തിന്നിട്ട് ഇവന് വിശക്കുന്നു. എന്നിട്ട് ഇവനിപ്പോ 2 ബ്രെഡ് കഴിച്ചു. എഗ് ബിരിയാണി അത്ര പോരാ. എന്നിട്ട് അതിൻ്റെ അകത്തൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല ഗൈസ്. എന്നിട്ട് ഒരേക്കല്ല, ഒന്നിന്റെ പകുതിയുടെ കാല്. എന്നിട്ട് ഞാൻ 4 ബ്രെഡും തിന്നിപ്പോ. ഞാൻ ചോദിച്ചാൽ അവന് മതിയോ? മിണ്ടാതിരുന്നു. ഇന്നത്തെ കഴിഞ്ഞു. ഇത് ടോർച്ചറിങ് ആണെങ്കിൽ ടോർച്ചറിങ് ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. This is the third day in the train. ഹെൽപ്പ് ചെയ്യാൻ ഓക്കെ. ഇതാണ് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഞങ്ങൾ ഡൽഹിയിലെത്തി. ഇതെന്താ പറയാനുള്ളത്? മുട്ടുകുത്തി എല്ലാരും കണ്ടെടുത്ത് വീഴുന്ന ഗൈസ്.
ഇത് നാണം കിട്ടും. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. മുട്ടൊക്കെയാണോ? ഓക്കെ അല്ല. ഒരു ബബിളൊക്കെ വന്നിട്ടുണ്ട് മുട്ടില്. കഴിച്ച് ഞങ്ങളെന്നാ വീട്ടിലെത്തിയിട്ട് അയക്കാം. ബൈ. കഴിച്ച് ഞങ്ങളങ്ങനെ മെട്രോയിലേക്ക് കയറാൻ പോവാണല്ലോ. സീറ്റില്ലല്ലോ. പക്ഷെ വികലാംഗിന് സീറ്റുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഡൽഹിയിൽ നിന്ന് ബസ് 8 മണിക്കാണ്. അപ്പൊ അതുവരെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു അപ്പാർട്ട്മെന്റ് നിൽക്കാം. ഞങ്ങളിവിടെ എത്തി. വിഷമിട്ട് ഞങ്ങളൊരു ഓറഞ്ച് ജ്യൂസും ഒരു കരിമ്പ് ജ്യൂസും പറയും. കാലെന്താ വെച്ചേ? കാലിന് വീണു ഞാൻ. നോക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ മനുഷ്യൻ കരിഞ്ഞായാലും ഈശ്വര. അപ്പോ ഞങ്ങളങ്ങനെ അശ്വതിന്റെയും പ്രണവിന്റെയും വീട്ടിൽ നിന്ന് നേരെ വാരണാസിക്ക് പോവാണ്. ബസ് ഇപ്പൊ വരും. ബാക്കി വാരണാസി. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. എന്താ പറയാനില്ലയോ? മോമോസ് കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. പിള്ളേരെ പോലെ ഇത് എന്റെ കുർക്കുറ, ഇത് നിന്റെ കുർക്കുറ, ഞാൻ എണ്ണി വെക്കും, നീ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനല്ല ഗൈസ് പറഞ്ഞു. ഇതനാ പറഞ്ഞു. ഞാൻ പറയും ഇല്ലല്ലോ. പറയും. ബനാറസിലെത്തിയിട്ട് ഒരു വ്ളോഗ് പോലും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. സമയമില്ലായിരുന്നു. എന്താ ചെയ്യാ? ഭയങ്കര ബിസിയായിരുന്നു. ഹായ് ഗൈസ്, ദിസ് ഈസ് സിംഗ്, സുജിസ്മിത സിംഗ്. ഹായ്. How do you know? It was a really good experience for coming in I Varanasi. didn't ask anything. I know what you're going to do. Okay. Basically, we're here for our Nanda. That's it. അമൂലിന്റെ ഷേക്കേഴ്സ്. ഹായ് ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. നാളെ മഹാശിവരാത്രി ആയതിന്റെ തിരക്കാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറാൻ നോക്കി, ട്രൈ ചെയ്തു. എത്രയോ മുന്നേ ഉള്ള ക്യൂ ആണ്. വലിയ ക്യൂ. നമ്മൾ ബാക്കിൽ അബൂലീസാണ് ഇരിക്കുന്നത്. അവർ നമ്മൾ ഫോട്ടോ എടുത്താൽ അവർക്ക് നമുക്ക് ദേഷ്യം പിടിക്കും ചില ആൾക്കാർക്ക്. സോ ട്രൈ. ഓക്കെ ബൈ. നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടാപ്പകൽ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സോറി ഇഞ്ഞക്കൊണ്ട ഇല്ല. മണികർണികയിൽ പോവാനുള്ള പ്ലാൻ ക്യാൻസൽ. പുതിയ പ്ലാൻ എന്താ? ബോട്ട് ട്രെയിൻ. ഞങ്ങൾ ബോട്ട് കയറിയിരിക്കുകയാണ്.
കിട്ടിയ ഈ തവണ ഞങ്ങൾ എവിടെയാണ്? ഞങ്ങളിപ്പോ ചെന്നൈയാണുള്ളത്. വാരണാസിയിൽ ശിവരാത്രി കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ബസ് കയറി ഡൽഹിക്ക്. ഇതൊന്നും എടുക്കാൻ പറ്റുന്നത് പക്ഷെ ഭയങ്കര ഹൈവേ 6-ന് അവിടുന്ന് എടുക്കുന്നത് ബസ് ബുക്ക് ചെയ്തു. 2 ദിവസം ബസ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഈ കിഴങ്ങിന് ചോദിച്ചു എത്ര മണിക്കാണ് നമ്മുടെ ബസ്. അപ്പോൾ ഇവൻ പറഞ്ഞു 8:30-ക്കാണെന്ന്. അങ്ങനെ ഞങ്ങൾ താലോലം പാടിന പോയായിരുന്നു. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു. കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു മെസ്സേജ് വന്നു, 6 മണിക്ക് എടുക്കും, 15 മിനിറ്റ് മുന്നേ വരണം. അപ്പൊ എന്താ എല്ലാവരും ഭയങ്കര ടെൻഷനായി പോയി. അതെന്താ സമയം മാറ്റിയത്? പറയാണ്ട് ഇങ്ങനെ സമയം മാറ്റാവോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് 8:30 നോക്കി വായിച്ചത് വേറെ ഏതോ ബസ്സിന്റെ സമയമായിരുന്നു. മണ്ടൻ തന്നെ. അങ്ങനെ ഞങ്ങള് എത്തില്ലയോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഓടി ഗൈസ്. ഞങ്ങൾ ഓടി എങ്ങോട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. പിറ്റേ ദിവസം ഞങ്ങൾ ഒരുപാട് ലേറ്റായി ഡൽഹി എത്താൻ. അതിന്റെ ഇടയിൽ ഇവൻ ബസ്സിനെ ഛർദ്ദിച്ചു ഗൈസ്. ഇവനെ കൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകളല്ല, നോട്ടുകളോട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു. സാരില്ല, പോട്ടെ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന് സഹായമാണ്. അങ്ങനെ ഞങ്ങള് ഡൽഹി എത്തിയിട്ട് ഞങ്ങള് മെട്രോ എത്തിയപ്പോൾ ഇവര് നിൽക്കാനും നടക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇവൻ കുറച്ചു നേരം അവിടെ ഇരുന്നു ഞാൻ മെട്രോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് മെട്രോ കയറി. അക്ഷർധം ടു സാവതി നഗർ. അങ്ങനെ ശാസ്ത്രിനാല് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി. അത്യാവശ്യം തിരക്കില്ല, പക്ഷെ സീറ്റൊന്നുമില്ലായിരുന്നു. ഇവർ നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്, അങ്ങനെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു സീറ്റ് കിട്ടിയില്ല. 2ാമത്തെ സ്റ്റോപ്പ് കഴിഞ്ഞു, സീറ്റ് കിട്ടിയില്ല. അപ്പം പറഞ്ഞു അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങാൻ പോവാം, എനിക്ക് പറ്റില്ല. ഞാനൊന്നും വേണ്ടിയില്ല. പക്ഷെ അടുത്ത സ്റ്റോപ്പിൽ ഇവരെ ഇറങ്ങി, ഇവന്റെ പുറകെ ഞാനും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് അശ്വതിയുടെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ആഫ്റ്റർ എ ലോങ് ജേർണി ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.